അത്ഭുതദ്വീപ് സിനിമയുടെ രണ്ടാം ഭാഗം വരുന്നു. ഉണ്ണി മുകുന്ദനാണ് സിനിമയുടെ സെക്കൻഡ് പാർട്ടിൽ നായകനായിട്ടെത്തുന്നത്. മാളികപ്പുറം സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററായ അഭിലാഷ് പിള്ളയായിരിക്കും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ എഴുതുന്നത്. എന്നാൽ ഈ ഒരു സിനിമയ്ക്ക് മുൻപായി സിജു വിൽസനുമായി ഒരു ആക്ഷൻ ഫിലിം ഒരുക്കാനുള്ള പ്ലാനിങ്ങിലാണെന്ന് വിനയൻ ഒരു പൊതുവേദിയിൽ വെച്ച് പറഞ്ഞു. മാത്യു തോമസിൻ്റെ ലവ്ലി എന്ന സിനിമ 3Dയിലായിരിക്കും തിയേറ്ററുകളിലേക്ക് എത്തുക എന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. ഈച്ച സിനിമയൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റർ ഇപ്പോൾ സിനിമയുടെ ടീം റിലീസ് ചെയ്തിട്ടുണ്ട്. ബാലയ്യയുടെ NBK 109 എന്ന സിനിമയുടെ ടൈറ്റിൽ ടീസർ മറ്റന്നാൾ രാവിലെ 10:24 റിലീസ് ചെയ്യും. മാർക്കോ സിനിമയുടെ ഫസ്റ്റ് സോങ് നവംബർ 22 റിലീസ് ചെയ്യുമെന്ന് ഇപ്പോൾ സിനിമയുടെ ടീം കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ സിനിമ ഡിസംബർ 20 ക്രിസ്മസ് റിലീസായിട്ടായിരിക്കും തിയേറ്ററുകളിലേക്ക് എത്തുക. രജനീകാന്തിൻ്റെ കൂലി സിനിമ മെയ് 1 തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന ഈ ഒരു സിനിമ ഒരു ഡാർക്ക് ആക്ഷൻ ത്രില്ലർ ചിത്രമാണ്. നാഗാർജുന, ഉപേന്ദ്ര, സത്യരാജ്, ശ്രുതി ഹാസൻ, സൗബിൻ ഷാഹിർ എന്നിവരാണ് സിനിമയിലെ മറ്റ് താരങ്ങൾ. ആട് 3 സിനിമയുടെ റിലീസ് അടുത്ത വർഷമായിരിക്കുമെന്നും അതുപോലെ അടുത്ത വർഷം തന്നെ ആയിരിക്കും സിനിമയുടെ റിലീസ് എന്ന് സൈജു കുറുപ്പ് ലേറ്റസ്റ്റായി കൊടുത്ത ഇന്റർവ്യൂവിൽ കൺഫേം ചെയ്തിട്ടുണ്ട്. ആട് 3 നെക്സ്റ്റ് ഇയർ എന്തായാലും കാണും. ഷൂട്ട് നെക്സ്റ്റ് ഇയർ ആയിരിക്കും. നെക്സ്റ്റ് ഇയർ തന്നെ റിലീസും കാണുമെന്നുള്ളതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ഇന്നലെ രാത്രി വരെയും കിട്ടിയ റിപ്പോർട്ട്. ദളപതി 69 സിനിമയിൽ ശിവരാജ് കുമാർ ഉണ്ടാകുമെന്ന് ഇപ്പൊ ശിവരാജ് കുമാർ തന്നെ ഒരു ഇന്റർവ്യൂവിൽ കൺഫേം ചെയ്തിട്ടുണ്ട്. Vijay or next film, that one they have asked me one beautiful character. That sounds interesting. I don't know how it will shape it out because of my dates. Because ಅವರು ಹೋಗ್ತಾ ಯಾಕಂದ್ರೆ ವಿಜಯ್ ಲಾಸ್ಟ್ ಫಿಲ್ಮ್ ಅಂತ ಹೇಳ್ತಾರೆ. saying last film. I feel that Vijay ಅಂತ ಆರ್ಟಿಸ್ಟ್ ಲಾಸ್ಟ್ ಫಿಲ್ಮ್ ಅಂತ ಅನ್ಬಾರ್ದು ಅಂತ ನನಗೆ personally as a friend and as a well-wisher, I think Vijay is a fantastic actor. Good human being, and he has got both the sense. Film industry ಇರ್ಬೋದು, ಇಲ್ಲ ಅಂದ್ರೆ ಅವರ ಪೊಲಿಟಿಕಲ್ ಏನ್ ಮಾತಾಡ್ತಿರ್ತಾರೆ, the ambition he has got is very fantastic. I think I respect him for that. എന്തായാലും ദളപതി 69 എന്ന സിനിമയിൽ വമ്പൻ കാസ്റ്റിംഗ് ഒക്കെയാണ്. നെക്സ്റ്റ് ഇയർ ഒക്ടോബറിലായിരിക്കും ദളപതി 69 എന്ന സിനിമയുടെ റിലീസ്. കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.